അപ്പം ഞാനിന്നൊരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ എപ്പോൾ നെസ്റ്റോയിലോ ലുലുവിലൊക്കെ പോയാലും എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് മഷ്റൂം. എല്ലാവർക്കും ഈ ടേസ്റ്റ് ഇഷ്ടമാണോ എന്നറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലൊന്നും ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല. ഞാനിവിടെ സൗദി വന്നതിന് ശേഷമാണ് മഷ്റൂം ഇത്രയ്ക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ തുടങ്ങിയത്. പുറത്തുനിന്നൊരു ഡിഷ് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനിത് മെയിനായിട്ട് സൂപ്പാണ് കേട്ടോ ഉണ്ടാക്കാറ്. മഷ്റൂം സൂപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്രാവശ്യം ഈ വട്ടം ഞാൻ മഷ്റൂം മസാലയാണ് ഉണ്ടാക്കുന്നത്. കാരണം നമുക്ക് വേറെ കറിയൊന്നും വെക്കാനായിട്ട് മീനും പച്ചക്കറിയും ഒന്നും തന്നെ ഇരിപ്പില്ല. ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ സൂപ്പ് ഒരു 2 പ്രാവശ്യം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളതെടുത്ത് അങ്ങ് മഷ്റൂം മസാലയാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് നന്നായിട്ട് ഇത് ക്ലീൻ ചെയ്യണം കേട്ടോ. ഞാൻ ക്ലീൻ ചെയ്യുന്ന ഇതിങ്ങനെയാണ്. ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഇതെടുത്തിട്ട് പിന്നെ ഇതിൻ്റെ ഒരു സ്കിൻ പോലത്തെ ഉണ്ട്. അത് ഞാനിങ്ങനെ മാറ്റാറുണ്ട്. എല്ലാവരും ഒരേ രീതിയിലാണോ ക്ലീൻ ചെയ്യുന്നതെന്ന് അറിയില്ല. പിന്നെ ഞാനിത് വെള്ളത്തിനകത്ത് ചിലർ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇടാറുണ്ട്. ഞാൻ ലൈറ്റായിട്ട് ഉപ്പും പിന്നെ ഒരു ഇളം ചൂടുവെള്ളത്തിലാണ് ഞാനിതിപ്പോൾ കഴുകിയെടുത്തത്. കാരണം നമുക്കിപ്പം ഇവിടെ പുറത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് പൈപ്പിൽ നിന്ന് നോർമലി വരുന്ന വാട്ടർ തിളച്ച വെള്ളമാണ്. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ ഞാനങ്ങ് കഴുകിയെടുത്തു. മഷ്റൂമിൻ്റെ എന്ത് റെസിപ്പി ഉണ്ടാക്കിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ടേസ്റ്റൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന സൂപ്പാണ് കേട്ടോ. ചായക്കും കാപ്പിക്കും ഒക്കെ ഒഴിവാക്കിയിട്ട് ആ ഒരു സൂപ്പ് ഞങ്ങൾ ഇവിടെ കുടിക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ മഷ്റൂം മസാല നമുക്ക് ഒരുപാട് തിക്ക് ഗ്രേവിയിൽ വെക്കാം. നല്ല വെള്ളം പോലെ അങ്ങനെയും വെക്കാം കേട്ടോ. ഞാനൊരു ഇച്ചിരി തിക്കായിട്ടാണ് വെക്കുന്നത്. കാരണം ഒരുപാട് ചാറ് ഇവിടെ ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളപ്പോൾ ചെറുതാക്കി അരിയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇത്തിരി ചാറോടുകൂടെ വെക്കുകയാണെങ്കിൽ ഒരു മഷ്റൂം ഒരു 3 വെറും 4ഒക്കെ ആക്കിയാൽ മതി. ഞാനിത് ചെറുതാക്കിയിട്ട് അരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം കുക്കിംഗ് റെസിപ്പിയിലേക്ക് പോയാലോ. ഒന്നുമില്ല, ഒരു പാൻ നന്നായിട്ട് ചൂടാക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ 3 പീസ് ഇഞ്ചി, പിന്നെ ഒരു 1/4 ഭാഗം സവോള. കാരണം ഇവിടെ 1 കിലോൻ്റെ അടുത്തില്ല കേട്ടോ. പിന്നെ ഞാൻ മസാല ഇടുന്നുണ്ട്. വേറൊന്നുമില്ല, മുളക്, മല്ലി, ഗരം മസാല, മഞ്ഞൾപ്പൊടി. പിന്നെ ദാ ഒരു പിടി തക്കാളി. ഇതൊരു തക്കാളിയുടെ പകുതിയാണ്. അത്യാവശ്യം നല്ല പുളിയുള്ള തക്കാളി തന്നെയായിരുന്നു. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമ്മുടെ മഷ്റൂം ഇട്ട് കൊടുക്കുക. അപ്പോൾ മഷ്റൂമിനകത്ത് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അതിനകത്ത് നന്നായിട്ട് വാട്ടർ കണ്ടൻ്റ് ഉള്ളൊരു സാധനമാണ്. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ മസാല മഷ്റൂമിനകത്ത് പിടിപ്പിക്കാൻ നോക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ വളരെ സിമ്മിലാക്കിയിട്ട് അടച്ച് വെക്കുക. അടച്ച് തുറക്കുമ്പം ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് തുറക്കുമ്പോൾ ഇത് വെന്തിട്ടുണ്ടാവും. വേവുമ്പോൾ തന്നെ ഇതിൻ്റെ വെള്ളവും കാര്യങ്ങളെല്ലാം പുറത്ത് വരും കേട്ടോ. ഇതുപോലെ നന്നായിട്ട് പുറത്ത് വരും. അപ്പം ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇത്തിരി ചാറോട് കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഉപ്പിടാം. അതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉപ്പ് ആദ്യമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പിടിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ശേഷം നമ്മൾ അടച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല ഡ്രൈ ആയിട്ട് തന്നെ എടുക്കുക. ലാസ്റ്റ് ഇതായി എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. നല്ല അടിപൊളി ടേസ്റ്റാണ്.